ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇൻട്രോഡക്ഷൻ എടുക്കുന്നതെന്ന് കണ്ടോ നിങ്ങള്? ഇന്ന് ഇവിടെ എന്നെ എത്തിച്ചു ഇവിടം വരെ. എന്നാന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടം വരെ എത്തിയത് എന്തിനാന്നുള്ളതും അതിന്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ എടുത്തിരിക്കുന്നത്. എല്ലാവരും കണ്ട് ഇത് ചെയ്യണം കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യണം അല്ലേ അജു? പിന്നെ എല്ലാവരും ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ ഇന്നത്തെ പുതിയ വിശേഷങ്ങളുമായിട്ടുള്ള വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. ഗുഡ് മോർണിംഗ്. 4:30 മണിക്ക് ഞാൻ എഴുന്നേറ്റ് കേട്ടോ. കാരണം മോനിന്ന് കോളേജിൽ പോകണം, മൂത്ത മോനിന്ന് ഓഫീസിൽ പോകണം. അപ്പം ചോറെന്താണേലും വെക്കണം വെളുപ്പിനെ. അപ്പം ചോറ് വെച്ചു. ഇഡലിയാണ് ഇന്ന്. ഇഡലി അടുപ്പത്ത് വെച്ചു. പിന്നെ നമ്മുടെ മത്തിക്കുട്ടന്മാരെല്ലാം എടുത്ത് വറക്കാനിട്ടു കേട്ടോ. കാരണം ഒരു വശം മുരിഞ്ഞ് തിരിച്ചിട്ടു. നമ്മളിന്ന് ഐച്ചേച്ചിയെ കാണാൻ ഇതുവരെ പോയില്ലല്ലോ. ഐച്ചേച്ചിയും ചേട്ടനെ, അവൾക്ക് പാവം ആക്സിഡൻ്റ് ഉണ്ടായില്ലായിരുന്നു, ഇതുവരെ പോയില്ല. അപ്പോൾ അവൾക്ക് അവളെയും കൂടെ കാണാൻ ഇന്ന് പോകണം. ഞാനും ചേട്ടനും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ 2 വീലറിൽ പോയിട്ട് തിരിച്ച് അതുപോലെ തന്നെ പോരും. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പും കൂടെ ഉണ്ട്. ഞാൻ വിചാരിച്ചു പോകുമ്പോൾ ഏതായാലും പാവത്തിന് അവർ ഓൺലൈൻ വഴിയാണ് സൊമാറ്റോ ഓർഡർ ചെയ്യുവാണ്. ഇപ്പം ചോറ് 3 നേരം അങ്ങനെ ചോറ് ഒക്കെ ഓർഡർ ചെയ്യുക കേട്ടോ, പലഹാരമല്ല. അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ 4 പൊതി ചോറുമായിട്ട് പോയാൽ അവർക്ക് ഞങ്ങൾ 3-4 പേരുടെ അവിടെ നിന്ന് കഴിച്ച് കറികളും പുളിശ്ശേരിയുണ്ട്. പിന്നെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ സമയം 6 മണിയാകുന്നു. 6 മണിയാകുന്നു. മൂത്തയാൾക്ക് പോകാൻ, ഓഫീസിലോട്ട് പോകാൻ സമയമായി. വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടു, ബാഗെല്ലാം എടുത്തു വെച്ചു. റെഡിയായി നിൽക്കുന്നു. ഇട്ടിട്ട് കൈ കഴുകാൻ പോട്ടോ. ഭയങ്കര പേടിച്ചു തീർന്നു കേട്ടോ. എന്തെങ്കിലുമൊക്കെ തൊട്ട് കഴിഞ്ഞാൽ അത് കൈ കഴുകണം എന്നുള്ളത്. എന്നടാ നീലുവിനോടും ഒക്കെ പറയാൻ പോവാ. അവരോട് പറയാതെ പോവത്തില്ല ഓഫീസിലോട്ട്. പറഞ്ഞ അപ്പോൾ പോയിട്ട് വരട്ടവൻ. അങ്ങനെ ഓഫീസിലോട്ട് പോയി. അങ്ങനെ മോനെ വിട്ടതിന് ശേഷം ഇഡലിയെല്ലാം ഞാൻ എടുത്തു വെച്ച് അവൻ ഓട്സും കുടിച്ചാൽ പോകുന്നു കേട്ടോ. ഇനി ഒരു ചമ്മന്തി അരയ്ക്കണം. ഇതാ നമ്മുടെ മത്തി വറുത്തെല്ലാം ഇതിനകത്തോട്ട് എടുത്ത് വെച്ച് അവൾക്ക് കൊണ്ടുപോകാനുള്ളത്. അപ്പോൾ നമ്മുടെ ഇഡലിക്കുള്ള ചമ്മന്തിയും കൂടെ നമുക്ക് റെഡിയാക്കിയേക്കാം കേട്ടോ. കടുക് വറുത്ത നമ്മുടെ ചമ്മന്തി. അവിടെ ഇരിക്കുന്ന ഇല എന്തിനാണെന്നോ, പൊതി കെട്ടാനോ കേട്ടോ. അതിനെ കഴുകി വാട്ടിയെടുക്കണം. അപ്പം ഇത് ആവട്ടെ. നമ്മുടെ ഇലയൊക്കെ കഴുകി വാട്ടി ഇനി ചോറെടുക്കുമ്പം തുടച്ചിട്ട് ചോറെടുത്താൽ മതിയല്ലോ. അപ്പം നമ്മൾ ഒരെണ്ണത്തിനകത്ത് ഉണക്ക ചെമ്മീനും മാങ്ങയും കറി, മാങ്ങയില ഇരുമ്പപ്പുളി കറി, ഇത് തീയൽ, ഇത് പുളിശ്ശേരി കേട്ടോ. അപ്പം ഞാൻ ഫ്രിഡ്ജിൽ തന്നെ ഇപ്പോൾ തന്നെ എടുത്ത് വെച്ചേക്കുക. കാരണം ഇന്നലെ വെച്ചല്ലേ, അതുകൊണ്ട് ഇനി വളിച്ചെങ്കിലോ എന്നോർത്ത് പോകാൻ നേരം നമ്മൾ എടുത്താൽ മതിയല്ലോ. അങ്ങനെ നമ്മൾ ഇത് ചമ്മന്തിപ്പൊടി കേട്ടോ. ഇത് മീൻ, ഇത് പുളിശ്ശേരി, ഇത് തീയൽ, ഇത് ഉണക്ക ചെമ്മീൻ കറി. അപ്പോൾ ഇത്രയും റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇളയാൾ കോളേജിൽ പോകാൻ തയ്യാറായിട്ടിരിക്കുക കേട്ടോ. ഇന്ന് എന്തോ പ്രൊജക്റ്റ് വർക്കെന്നൊക്കെ പറഞ്ഞു, അതുകൊണ്ട് വണ്ടിയല്ല പോകുന്നേ. ഇല്ലേടാ, ശരിയല്ലേടാ? ഇന്ന് തലമുടിയൊക്കെ മുട്ടയടിച്ച് വരാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. തിരിച്ചു വരുമ്പോൾ ആര് പറഞ്ഞു ഇന്നൊരാളെ ഉള്ളൂ. അപ്പം അയ്യോ, പതുക്കെ പോണം കേട്ടോ. ചെന്നിട്ട് മെസ്സേജ് ഇട്ടേക്കണേ. പറഞ്ഞു. ശരി. അങ്ങനെ ആവുമ്പോൾ ഞങ്ങൾ കുളിക്കട്ടെ. അപ്പം ഞങ്ങൾ റെഡിയായി കേട്ടോ. ഈ ചുരിദാർ നിങ്ങൾ വിചാരിക്കല്ലേ ഇന്നും കൂടി ഇട്ടാൽ നനച്ചോളാം കേട്ടോ, പേടിക്കണ്ടേ. പാലൊക്കെ ആയിട്ട് കൊണ്ടുവെക്കാൻ പോയി. അപ്പം ഞങ്ങൾ ഇറങ്ങും കേട്ടോ. ഞങ്ങളിനി ഇറങ്ങാൻ പോവാണേ. അപ്പം ഞങ്ങൾ ദേ ഇവിടെ എത്തി കേട്ടോ. ചേട്ടൻ
ചേട്ടന്റെ പറയുന്നേക്ക് ദേ ഇത് കണ്ടോ അച്ചോടാ ഇങ്ങനെ ഇട്ടിരിക്കുവോ ഉണ്ടോ ഇത്രയും വരെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതാ ഞാൻ പറയാൻ ഇത് കണ്ണ് കിട്ടായിരിക്കാം, ഇത് ഇതിന് കണ്ണ് കിട്ടായിരിക്കാനാ ഇത് കേട്ടോ. ദൈവമേ ഒടിവോ വല്ലതും വന്നാൽ ഇപ്പൊ ഇങ്ങനത്തെ നമ്മുടെ തോന്നുവോ? പറയാൻ പോലും പറയാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങളിങ്ങനെ കഥയൊക്കെ പറഞ്ഞിരിക്കുക കേട്ടോ. അവള് കാലൊക്കെ വെച്ചിങ്ങനെ ഇരിക്കുക കേട്ടോ. ഇന്നൊരു ദിവസത്തേക്ക് ഇങ്ങനെ ഇന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഇവിടം വരെ വന്നുകൊണ്ട് ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ അല്ലേ. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ഒരു മണിയാണോ? അല്ല 12:45 അല്ലേ, 12:45 ഉള്ളൂ. അപ്പോൾ വന്ന് കുറച്ച് അതിലും വലിയ രസമൊക്കെ ഉണ്ടായി. അതൊക്കെ അവളുടെ വ്ളോഗിൽ കാണും രസങ്ങളൊക്കെ. എല്ലാം കൂടെ നമ്മൾ ഒരാളുടെ വ്ളോഗിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ നല്ല വെട്ടമല്ലേ, അതാ ജെല്ലിനോട് നീ ശരിക്കാ വെച്ചിരിക്കുന്നത്. ആണോ? അപ്പൊ ഇതിന് മറ്റേ നോക്കണം. വേണ്ട, അതങ്ങനെ അന്നേരം എന്തായിരുന്നു ഞാനിങ്ങനെ പറഞ്ഞെന്തോ പറഞ്ഞു വരണം എന്ന് വിചാരിച്ച ഇവളുടെ പരിസരമൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ. അപ്പം ചെടികളൊക്കെ ഉണ്ടായിരുന്നു, ഒന്നും കണ്ടില്ല. എപ്പോഴും നമ്മൾ കാണിക്കുന്നതായിരുന്നല്ലോ. ഇപ്പൊ ഈ കാലൊക്കെ വയ്യാത്ത കൊണ്ട് ചെടിയുടെ കമാന്തിച്ചിരിക്കുക. പിന്നെ ഒരാളെ വിളിച്ചിട്ട് വളമൊക്കെ ഇടിച്ച് ഞങ്ങൾ വന്നപ്പോൾ ഇട്ടോണ്ടിരിക്കുമായിരുന്നു. അങ്ങനൊക്കെ ഏതായാലും ഇത്രയൊക്കെ ആയില്ലേ അല്ലേ? കാലം വെച്ച് എന്ത് ചെയ്യാനാ? ഇപ്പൊ എത്ര ഒരാഴ്ച ആയില്ലല്ലോ. ഇല്ല, വ്യാഴാഴ്ചയായിരുന്നു. കാർത്തികടന്നല്ലേ. അപ്പൊ നമ്മുടെ ദേവി ആയാലും അനുഗ്രഹിച്ചു കേട്ടോ. ഞാനിവിടെ ഒരു വിളിക്കുമ്പോ ഇങ്ങനെ ഇത്രയോ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കറക്റ്റ് ഒന്നും അറിയുന്നില്ലല്ലോ. നമ്മളിവിടെ വരാൻ നമുക്ക് അറിയത്തില്ലല്ലോ. ചിലപ്പോൾ കള്ളിയാണോ എന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഒരു കുറച്ച് സമാധാനമായി. പിന്നെ കുറച്ച് റെസ്റ്റ് വേണം, അതിൻ്റെ അല്ല, എന്നാലും കണ്ടപ്പോൾ ഒരു ഇതായി. പിന്നെ ചേട്ടൻ്റെ ആണെങ്കിൽ ഇവിടെ കൈ ഇപ്പം ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ഡ്രസ്സ് ചെയ്തിട്ട് ഇപ്പം വരും. വേറെ പ്രശ്നമായിട്ടൊന്നുമില്ല. പിന്നെ നമുക്ക് ചോറുണ്ണുമ്പൊക്കെ കാണാല്ലേ. അതെ, ശരി. ഇനി കുറച്ചിരിക്കുന്ന എടി. അപ്പോൾ ഞങ്ങൾ ചോറുണ്ണ സമയമായിരിക്കുന്നു. ഓരോരുത്തരുടെ പൊതി ഓരോ സ്ഥലത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട് അല്ലേടി? നീ എവിടെ ഇരിക്കുക ഇരുന്നു. അപ്പം ഞങ്ങൾ കഴിക്കട്ടെ. അപ്പോൾ നമുക്ക് സമയമായി കേട്ടോ ചോറൊക്കെ ഉണ്ണാനേ. അപ്പം ഞാനിന്ന് ഇവിടം വരെ വരുന്നു. എൻ്റെ ചേച്ചിക്കും ചേട്ടനും ഒക്കെ ചോറൊക്കെ കൊണ്ട് കൊടുക്കണ്ടേ. അപ്പം അങ്ങനെയാണ് ഞാൻ വന്ന് ചോറൊക്കെ ആയിട്ട് വന്നു. ഏതായാലും ഇവിടം വരെ മേക്കേട്ട് വന്നുണ്ട്. എന്നാൽ പിന്നെ നമുക്കൊരു പൊതി ചോറൊക്കെ ആയിട്ട് ഞങ്ങൾ 4 പേർക്ക് 4 പൊതി ചോറായിട്ട് എടുത്തേ. എന്നിട്ട് കറിയൊക്കെ അതേ സ്പെഷ്യൽ വേറെ ആക്കി എടുത്തു. അപ്പോൾ എളുപ്പമുണ്ടല്ലോ കറിയൊക്കെ അങ്ങനെ എടുക്കുമ്പോഴത്തേക്കും. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് പാത്രമൊന്നും കഴുകുകയും വേണ്ട. നമുക്കിനകത്തോട്ട് തന്നെ വെച്ചാൽ എല്ലാവർക്കും ചോറുണ്ടാൻ മതിയല്ലോ. അപ്പം ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവിടെ വെച്ച് നിർത്തുവാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വേണ്ട നമുക്ക് നാളെ തന്നെ വേണം. ടാറ്റാ.